ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സ്വസ്തി ശ്രീ ശിവാദിഗുരുഭ്യോ നമഃ. സ്വസ്തി ശ്രീ ശിവാദിഗുരുഭ്യോ നമഃ. സ്വസ്തി ശ്രീ ശിവാദിഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ശിവകഥാസാഗരത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ശിവകഥയെ സാഗരത്തിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കഥ തന്നെയാണ്. ഒരു കഥ എന്ന് പറയുമ്പോൾ ആ കഥയിൽ പണ്ട് കാലങ്ങളിൽ നമുക്ക് വേണ്ടുന്നത് എന്താണോ അത് ഒളിഞ്ഞു കിടപ്പുണ്ടാവും. ആ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ടാവും. പണ്ട് കാലങ്ങളിൽ കഥകളിലൂടെയാണ് ഇത്തരം ധർമ്മമൂല്യങ്ങളെ അല്ലെങ്കിൽ വിശ്വാസങ്ങളെ പകർന്നു കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇന്ന് കഥയിൽ നിന്ന് അതിൻ്റെ പാഠത്തെ ഉൾക്കൊള്ളാനുള്ള മനുഷ്യൻ്റെ കഴിവ് കുറഞ്ഞു വരികയാണ് എന്നുള്ളത് സങ്കടകരമായ ഒരു അവസ്ഥയാണ്. ഇന്ന് ശിവകഥാസാഗരത്തിൽ നമ്മൾ പറയാൻ പോകുന്നത് ഭഗവാന്റെ ഭക്തി എന്ന് പറയുന്നത്, ഭഗവാനോടുള്ള ഭക്തി എന്ന് പറയുന്നത്, ആ ഭക്തിക്ക് വ്യക്തികളോ സ്ഥാനമാനങ്ങളോ ഒന്നുമല്ല, മറിച്ച് നമ്മുടെ വിശ്വാസം, ആത്മാർത്ഥത, നമ്മൾ അതിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ഭഗവാന്റെ പ്രാർത്ഥനയിലേക്ക് കൊടുക്കുന്ന ഒരു അടുപ്പം അല്ലെങ്കിൽ ഒരു മാനസികമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഊർജം, ഇവയൊക്കെയാണ് വേണ്ടത് എന്ന് വിളിച്ചോതുന്ന ഒരു കഥയാണ്. ഈ കഥ നടക്കുന്നത് ഒരു രാജ്യത്തെ ശ്മശാന കാവൽക്കാരൻ നിന്നുമാണ്, അല്ലെ ശ്മശാനത്തെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയിൽ നിന്നുമാണ്. അദ്ദേഹം ഒരു ശ്മശാനത്തിൽ ഒരു കുഴിയെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ശിവലിംഗം കിട്ടുകയുണ്ടായി. ഭയങ്കരം അത്ഭുതമായി. ഇദ്ദേഹത്തിനെ എങ്ങനെ പൂജിക്കണമെന്നോ എന്ത് ചെയ്യണമെന്നോ ഒന്നും അറിയില്ല. ഈ ശ്മശാനത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ ശിവലിംഗവുമായി അദ്ദേഹം അവിടുത്തെ രാജാവിനെ ചെന്ന് കാണുകയാണ്. രാജാവിനെ കണ്ട ഉടനെ പറഞ്ഞു, രാജാവേ, ഇങ്ങനെ ഞാൻ കുഴിയെടുക്കുന്ന സമയത്ത്, മഹാരാജാവേ, എനിക്ക് ഈ കുഴിയെടുക്കുന്ന സമയത്ത് കിട്ടിയ ശിവലിംഗമാണ്. കാരണം അന്ന് എന്ത് കിട്ടിക്കഴിഞ്ഞാലും അത് രാജാവിന് കാഴ്ചവെക്കണം എന്നുള്ള ഒരു നിയമം ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു. രാജാവ് ഇത് കണ്ടിട്ട് വളരെ പുച്ഛത്തോടു കൂടെ പറഞ്ഞു. അദ്ദേഹം ഒരു ശിവഭക്തൻ കൂടിയാണ് ആ രാജാവ്. എന്നിട്ടും അദ്ദേഹം പുച്ഛത്തോടു കൂടി പറഞ്ഞു, ശ്മശാനത്തിൽ നിന്ന് കിട്ടിയ ഒരു ശിവലിംഗമല്ലേ, അത് നീ തന്നെ വെച്ചോ. എന്നിട്ട് കുറെ ശ്മശാനത്ത് കത്തിച്ച ഭസ്മം ഉണ്ടാവില്ലേ, അതെല്ലാം ഭഗവാന് ഇട്ടിട്ട് നീ പൂജ നടത്ത. അല്ലാതെ ഇപ്പം ഞാൻ എന്ത് പറയാനാണ്. പാവം ശ്മശാന ജോലിക്കാരൻ അദ്ദേഹത്തിന് വിശ്വാസം വന്നു.
അതായത് അദ്ദേഹം അദ്ദേഹത്തിനെ കളിയാക്കിയാണെന്നോ തമാശയാക്കിയാണെന്നോ അയാൾക്ക് മനസ്സിലായില്ല. അദ്ദേഹം ശിവലിംഗവും കൊണ്ട് പോയി. അങ്ങനെ ഈ ശിവലിംഗത്തെ പൂജിക്കാൻ തുടങ്ങി. എന്നും ചിതാഭസ്മം, അതായത് ചിതയിൽ നിന്ന് അതായത് ശവം കത്തിച്ച ഭസ്മം എടുത്ത് ഈ മഹാദേവന്റെ ശിവലിംഗത്തിന് അർച്ചന നടത്തും, അഭിഷേകം ചെയ്യും ഭസ്മം. അങ്ങനെ അഭിഷേകം ഒരു ദിവസം ഇതേപോലെ പ്രളയം സംഭവിക്കുകയാണ്. ഒരു നല്ല മഴ, ശക്തമായ മഴയും പ്രകൃതിക്ഷോഭത്തിലും ശ്മശാനത്തിലുള്ള ഭസ്മം മുഴുവൻ ഒഴുകിപ്പോയി. വളരെ സങ്കടമായി ഇദ്ദേഹത്തിന്. കാരണം നിത്യം നടത്തുന്ന പൂജ മുടങ്ങിയല്ലോ എന്നുള്ള രീതിയിൽ ഇദ്ദേഹം സങ്കടപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. അദ്ദേഹം കുറേ വിറകുകൾ, ശ്മശാനത്തു നിന്ന് ഉള്ള വിറകുകൾ കൂട്ടി അതിനെ കത്തിച്ച് ജ്വലിപ്പിച്ചിട്ട് തൻ്റെ ഭാര്യയെ വിളിച്ചു. ഇന്ന് മഹാദേവന് കൊടുക്കാൻ ഭസ്മമില്ല, അതുകൊണ്ട് ഞാനാവട്ടെ ഇന്നത്തെ ഭസ്മം, അതായത് ഭഗവാനുള്ള നിവേദ്യം എൻ്റെ ചിതാഭസ്മമാകട്ടെ. നീ ഒരു കാര്യം ചെയ്യണം, ഞാൻ ഇതാ ചിതയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്, ആ ഭസ്മം മഹാദേവന് നീ അർച്ചന ചെയ്യണം എന്ന് പറഞ്ഞ് അദ്ദേഹം ചിതയിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന സമയത്ത് ഭാര്യ കൈ പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെവിടെ നിൽക്ക്, ഞാൻ ചിതയിലേക്ക് പ്രവേശിക്കാം. കാരണം ഈ നിങ്ങളിപ്പം ചിതയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ ശ്മശാനത്തിലുള്ള കാര്യങ്ങൾ ആരും നോക്കും? അതുകൊണ്ട് ഞാനാവട്ടെ എന്ന് പറഞ്ഞ് മറ്റൊരു ഉത്തരം പറയുന്നതിന് മുന്നേ ഈ ശ്മശാന ജോലിക്കാരൻ്റെ ഭാര്യ അഗ്നിയിലേക്ക് പ്രവേശനം ചെയ്തു. അദ്ദേഹം മനസ്സിനെ നിയന്ത്രിച്ച് വെച്ചുകൊണ്ട് തൻ്റെ ഉള്ളിൽ വിഷമങ്ങളെല്ലാം ഒതുക്കിക്കൊണ്ട് തൻ്റെ പ്രിയതമയുടെ ചിതാഭസ്മം മഹാദേവൻ്റെ ആ ശിവലിംഗത്തിലേക്ക് അഭിഷേകം ചെയ്തു. അഭിഷേകം ചെയ്ത് അർച്ചനയൊക്കെ ചെയ്യുമ്പോൾ മഹാദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അത്ഭുതമെന്ന് പറയട്ടെ, മഹാദേവൻ അംബാസമേതമായിട്ടാണ് അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ഉമാസമേതനായിട്ടാണ് വന്നിട്ട് ഇദ്ദേഹത്തെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, ഭാര്യക്ക് മരിച്ച് ജാമ്പലായിട്ട് പോലും ഭാര്യയ്ക്ക് പുനർജീവൻ കൊടുക്കുകയും അവർക്ക് മോക്ഷത്തെ പ്രദാനം ചെയ്യുകയും ചെയ്തു. ഇതറിഞ്ഞ രാജാവ് ആകെ വിഷമത്തിലായി. കാരണം താൻ എത്രയോ കാലമായിട്ട് സ്വർണത്തളികയിൽ നിവേദ്യാദികളും ഷോഡശ പൂജകൾ, അതായത് 16 ഉപചാരങ്ങളോട് കൂടിയിട്ട് ഉള്ള പൂജകളും ഒക്കെ മഹാദേവന് ചെയ്യുന്നുണ്ട്.
എന്നിട്ടും തനിക്ക് ദർശനം തരാതെ വെറും ചിതാഭസ്മം കൊണ്ട് പൂജിച്ച ആ ശ്മശാന ജീവനക്കാരന് എങ്ങനെ തൻ്റെ പ്രജയാണെങ്കിൽ കൂടി അവിടെ ഒരു വിഷമസന്ധി എന്താണ് എനിക്ക് ആ മഹാദേവന്റെ ദർശനത്തിന് ഉള്ള തടസ്സമായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഇദ്ദേഹം ചിന്തിച്ച് വിഷമിച്ചു. അപ്പോൾ അശരീരി ഉണ്ടായി. നീ സകല നിവേദ്യാദികളും ഉപചാരങ്ങളോടുകൂടി നീ എന്നെ പൂജിച്ചു, പക്ഷെ നിനക്ക് ആ ഒരു ശിവലിംഗത്തിൽ മാത്രമായിട്ട്, അല്ലെങ്കിൽ ആ നിന്റെ ശിവലിംഗത്തിൽ മാത്രമേ നിനക്ക് എന്നെ ദർശിക്കാൻ കഴിഞ്ഞുള്ളൂ. എനിക്ക് ബ്രാഹ്മണനെന്നോ രാജാവെന്നോ ചണ്ടാളനെന്നോ വ്യത്യാസമില്ല. ശ്മശാനത്തിലും ഞാൻ വാഴും, കൈലാസത്തിലും ഞാൻ വാഴും, കൊടും കാടിലും വാഴും. എല്ലാ സ്ഥലത്തും എല്ലാ ജീവജാലങ്ങളിലും അന്തര്യാമിയായിട്ടുള്ളതും ഞാൻ തന്നെയാണ്. ആ സത്യത്തെ നീ മറന്നുപോയി രാജാവേ. അതിനാലാണ് നിനക്ക് ഈ ദർശനം സാധ്യമാവാതിരുന്നത്. മാത്രമല്ല, ശ്മശാന ജീവനക്കാരന് ഞാൻ ദർശനം കൊടുക്കാൻ മറ്റൊരു കാരണം അവൻ്റെ പരിപൂർണമായ ഭക്തിയും അവനെ തന്നെ സമർപ്പിക്കാനുള്ള ഒരു മനോനിലയിലേക്കും എത്തിയപ്പോഴാണ് ഞാൻ അവനെ ദർശനവും മോക്ഷവും പ്രദാനം ചെയ്തത്. അല്ലാതെ അവൻ ആ ശിവലിംഗത്തിലും മറ്റുള്ള ശിവലിംഗങ്ങളിലും സകല ജീവജാലങ്ങളിലും എന്നെ അറിയാതെ അറിഞ്ഞു എന്നുള്ളതാണ്. അറിയാതെ ആയാലും അറിഞ്ഞുകൊണ്ടായാലും വിശ്വാസം എന്നുള്ള ആ പ്രമാണത്തിൽ അടിയുറച്ചതുകൊണ്ട് അവന് എൻ്റെ ദർശനം പ്രാപ്തമായിരിക്കുകയാണ്. ഒരു അഗ്നിയെ നമ്മൾ തൊടുമ്പോൾ അത് അറിഞ്ഞു തൊട്ട് കഴിഞ്ഞാലും അറിയാതെ തൊട്ട് കഴിഞ്ഞാലും പൊള്ളും. അതുപോലെ തന്നെയാണ് മഹാദേവനോടുള്ള ഭക്തി പൂർണ്ണമായ മനസ്സോടുകൂടി ചെയ്തു കഴിഞ്ഞാലും അറിയാതെ പോലും നമ്മൾ ശിവപൂജ നടത്തി കഴിഞ്ഞാലും നമുക്ക് അറിയുന്ന തരത്തിൽ ചെയ്തതായാലും എങ്ങനെയായാലും മഹാദേവൻ പ്രസാദിക്കും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഭോലേനാഥ് എന്നൊരു നാമം കൂടിയുണ്ട്. ഏറ്റവും പരമകാരുണ്യവനാണ്. ആ ഭഗവാന്റെ കാരുണ്യത്തെ അനുഗ്രഹിച്ചറിയാൻ വേണ്ടിയിട്ടും അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ടും നമുക്ക് ഏവർക്കും ഭാഗ്യമുണ്ടാവട്ടെ. ഹരി ഓം അരുണാചല ശിവ.